ഹായ്, ഇന്ന് ഞാനൊരു അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു അടപ്രഥമനാണ്. അതിന് ഞാനിവിടെ ഒരു പാക്കറ്റ് 200 ഗ്രാമിൻ്റെ അരിയടയാണ് എടുത്തത്. പിന്നെ 400 ഗ്രാം ശർക്കര, നല്ല കളറിലെ ശർക്കര വേണം അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ ഇത്ര എടുക്കണം എന്നില്ല, 200 ഗ്രാം അരിയടക്ക്. ഇനി ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് വലിയ പീസായിട്ടല്ലേ വരുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറുതായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊന്ന് റെഡിയാക്കി വെക്കാം നമ്മൾ. ഇനി ഒരു പാത്രം എടുത്ത് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റായി വരട്ടെ. ഇത് കുറുകി മെൽറ്റായി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുക, തണുത്ത ശേഷം ഉപയോഗിക്കാം. പിന്നെ ഇനി വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് നന്നായി തിളച്ച ശേഷം ഈ പീസാക്കി വെച്ച അരിയട അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം അധികം എടുത്തിട്ട് തന്നെ ഇത് വേവാൻ വെക്കണേ. അതിങ്ങനെ വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിച്ചോ കുറച്ച് വെള്ളമാണെങ്കിൽ. ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായി. നല്ല പോലെ വെന്ത് വരണം. ആ ടൈമിന് നമ്മൾക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഒരു തേങ്ങാപ്പാലാണ് ഞാൻ റെഡിയാക്കിയത്. 1 കപ്പ് 1/4 പാലും 2 കപ്പ് 2/2 പാലും. ഇതൊന്ന് മാറ്റി വെക്കാം റെഡിയാക്കി. നമ്മൾ അട ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കാം. നല്ലതുപോലെ വെന്ത് വരണേ. ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് പോലെ ആവണം. അത് നമ്മൾ എടുക്കുമ്പോൾ അത് ഒന്ന് പീസായിട്ട് വരണം. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം ഊറ്റി നമ്മൾ ടാപ്പ് വാട്ടറിലൊന്ന് പിടിക്കുക. നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അത് അപ്പോൾ ഈ ഒട്ടി പിടിക്കുന്നെല്ലാം മാറിക്കിട്ടും. വെള്ളമെല്ലാം മാറിയിട്ടുണ്ട്. ഈ നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് ഈ അടയൊന്ന് അതിലേക്ക് ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കര പാനീയം ഒഴിക്കുക. അതിങ്ങനെ അരിപ്പിലാണ് എടുക്കുന്നത്. എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കിട്ടും അതിലേക്ക്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നല്ല തിളച്ച് നല്ല കുറുകി വരണം. ഇത് അടയിലൊന്ന് നല്ല പിടിക്കണം ഈ മധുരമൊക്കെ. കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല വെന്ത് നല്ല വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിന് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2/2 പാലില്ലേ, 2 കപ്പ്, അത് ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒന്ന് തിളച്ച് വന്ന് ഇത് കുറുകി വരണം. ഇത് പെട്ടെന്ന് കുറുകി കിട്ടും. നമ്മൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്താൽ മതി. നല്ല തിളച്ച് വരുന്നുണ്ട്. അതൊന്ന് കണ്ടോ, കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 പാൽ ഒഴിക്കുക. 1/4 പാൽ ഒഴിച്ച് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യാം. 1/4 പാൽ ഒഴിച്ചിട്ട് അത് തിളക്കാൻ പാടില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടിയില്ലേ, അത് പൊടിച്ചതിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ടൈം നമ്മൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക്
വറുത്തിടാം. 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, താല്പര്യമാണെങ്കിൽ. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ടാലും മതി. ഇതൊന്ന് റോസ്റ്റ് ആയ ശേഷം ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്താലും മതി. ഞാൻ ഇവിടെ രണ്ടും ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കുക, കിസ്മിസും അണ്ടിപ്പരിപ്പും. മുന്തിരി ഒന്ന് പൊങ്ങി വരുന്ന ടൈമിന് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നെയ്യും ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഒന്നിച്ച് ഒഴിക്കുക. അങ്ങനെ നമ്മളെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ല കാണാനും, നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഒരു ബൗളിൽ എടുത്താലോ. അതൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇത് കട്ടിയായി വരും. നല്ല ടേസ്റ്റാണ്. സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടപ്രഥമനാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.